കോളേജിലോട്ട് ഇടാൻ നമുക്ക് ഫോർമൽ വേണം കേട്ടോ. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മഞ്ചേരിയുള്ള ഫാമിലിയിലോട്ട് വന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ കോഴിക്കോട് എനിക്ക് ഇതൊന്നും കിട്ടൂലേന്ന്. SM സ്ട്രീറ്റിലൊക്കെ പോയാൽ എനിക്ക് കിട്ടും. പക്ഷെ എന്താ വെച്ചാൽ നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ, അത് എക്സ്ചേഞ്ച് ചെയ്യിപ്പിക്കാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഫോർമൽ എടുക്കാന്നുള്ളത്. അപ്പൊ ആ ഒരു എമൗണ്ടിന് തന്നെ നമുക്ക് വേറൊരു ഡ്രസ്സ് എടുക്കാം. ഇനിയിപ്പോ അതിലേക്ക് കുറച്ച് ക്യാഷ് കൂട്ടി കൊടുത്താലും ആ സെയിം ഇതിൽ നമുക്ക് വേറെ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന കളർ ഒരു ലാവൻഡർ ഷർട്ടും അതിലേക്ക് ഓഫ് വൈറ്റ് പാൻറ്റും ആണ്. പക്ഷെ എനിക്ക് ലാവൻഡർ കളർ കിട്ടിയില്ല. ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാഷ്വൽ പാൻറ്റിൽ എൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. ആകെ 32 ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയോണ്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ നോർമൽ വൈറ്റ് ജീൻ എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു പാൻറ് കണ്ടിട്ട് എൻ്റെ അമ്മാന്റെ എക്സ്പ്രഷൻ നോക്കിയാണ് നിങ്ങൾ ഇടണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ മൊറ്റോട്ടം. എനിക്ക് ഫോർമൽ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങൾ കമന്റ് ഇട്ടിട്ടോ. എനിക്ക് നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മക്ക് എന്നെ കണ്ടിട്ട് പൊലിവാവണേ എന്തിനാന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ബാബുവിനെ ബില്ലടിക്കാൻ വേണ്ടി കൗണ്ടറിൽ നിർത്തിയതിനു ശേഷം ദിലു അവിടെ എന്തൊക്കെ തപ്പുന്നുണ്ട് കേട്ടോ. വല്ലതും നടക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോ എവിടെ ഒന്നും നടക്കാൻ പോണില്ല. പിന്നെ നമ്മളെല്ലാരും കൂടി ഇന്ത്യൻ മാളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇതാ ഈ ഒരു താത്താനെ കണ്ടിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് ഈ താത്താനെ അറിയാന്നുള്ള കമന്റ് ഇടൂ.